എന്തായി ചായ? ഇങ്ങ് വന്നേ. ദാ വരുന്നു. കുറച്ചു കഴിഞ്ഞിട്ടും മറ്റു സംസാരം ഒന്നും കേൾക്കാഞ്ഞതും അവന് സംശയം തോന്നി. ഇതെന്താ ഇങ്ങനെ? ക്യാഷ് നഷ്ടപ്പെട്ടത് പപ്പ അറിഞ്ഞില്ലേ? അങ്ങനെ വരില്ലല്ലോ. എന്താണെന്ന് അറിഞ്ഞേ പറ്റൂ. അവൻ താഴേക്കിറങ്ങി വെറുതെ സെറ്റിയിലേക്കിരുന്നു TV ഓൺ ചെയ്ത് ന്യൂസ് വെച്ചു. പെട്ടെന്ന് അവൻ്റെ ഫോൺ നോട്ടിഫിക്കേഷൻ വന്നു. അവൻ വെറുതെ ഫോൺ എടുത്തു നോക്കി. വാട്സപ്പ് വീഡിയോ, അതും ജാൻവിയുടെ. അവനത് പുച്ഛത്തോടെ നീക്കിവിട്ടു. പിന്നെ ജേക്കബിൻ്റെ സംസാരം ശ്രദ്ധിച്ചു. ഇല്ല, പ്രോബ്ലം ഒന്നുമില്ല. മമ്മിയുടെ ചിരിയും സംസാരവും കേൾക്കുന്നുണ്ട്. ഇതെന്താ സംഭവം? പെട്ടെന്ന് TV ഒരു വീഡിയോ തെളിഞ്ഞു. അത് കണ്ടതും അവൻ വിയർത്തുപോയി. താൻ പപ്പയുടെ ക്യാഷ് എടുത്തുകൊണ്ട് ജാൻവിയുടെ ബാഗിൽ വെക്കുന്ന ഫുൾ വീഡിയോ. അവൻ പെട്ടെന്ന് തൻ്റെ ഫോൺ എടുത്തു. അതെ, ജാൻവി അയച്ചത് സെയിം വീഡിയോ. അവൻ പിടച്ചിലോടെ റൂമിലേക്ക് നോക്കി. ഞെട്ടിത്തിരിഞ്ഞതും TV ന്യൂസ് തന്നെ. ഇതെന്താ? ഇനി തോന്നിയതാണോ? അവൻ പെട്ടെന്ന് ഫോൺ എടുത്ത് നോക്കി. ഇല്ല, വീഡിയോ അതുപോലെ തന്നെയുണ്ട്. ജാൻവിയുടെ വോയിസ് നോട്ട് വന്നതും അവൻ വേഗം അത് ഓൺ ചെയ്തു. ഇച്ചാ, നീ എന്താ കരുതിയത്? അത്ര വേഗം എന്നെ അങ്ങ് ഒഴിവാക്കി കളയാനോ? നിന്നെ മൊത്തത്തിൽ മനസ്സിലാക്കിയത് ഞാൻ മാത്രമല്ലേ ഇച്ചാ. ഞാനിതൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് തന്നെയാ ഇങ്ങോട്ടുള്ള വണ്ടി പിടിച്ചത്. ഇനിയും ഇതുപോലെ ചെറ്റത്തരം കാണിച്ചാ നിന്നെപ്പറ്റി രണ്ടാമതൊന്നും ഞാൻ ആലോചിക്കില്ല. ഇപ്പൊ നീ മാത്രം കണ്ട ഈ വീഡിയോ ഹാളിൽ എല്ലാവരും ഒത്തുകൂടുമ്പോൾ വീണ്ടും ഓടും. മറക്കണ്ട, ഇത് ആ പഴയ ജാൻവി തന്നെയാ. അവൻ വിയർത്തുപോയി. പെട്ടെന്നവൻ എണീറ്റ് മുകളിലേക്ക് ഓടിക്കയറി. ഇതെങ്ങനെ? അവൻ തലയിൽ ആഞ്ഞിടിച്ചു. മോളെ, കലക്കി. പുണ്യാളൻ നന്നായി ഒന്ന് വിരണ്ടിട്ടുണ്ട്. വല്യപ്പച്ച, എന്നാലും വല്യപ്പച്ചൻ കണ്ടില്ലെങ്കിൽ ഞാനിപ്പോ കള്ളിയായനെ. ഇല്ലടാ, കർത്താവ് നിന്റെ കൂടെയാ മോളെ. അല്ലേ അത്രയും നേരം നിന്റെ ഒപ്പം നിന്ന് എനിക്ക് അകത്തേക്ക് കയറാൻ തോന്നുമോ? അതല്ലേ അവൻ പതിവില്ലാതെ ജേക്കബിൻ്റെ റൂമിലേക്ക് കയറുന്നത് ഞാൻ കണ്ടത്. നേരത്തെയാണേ ഞാനത് മൈൻഡ് പോലും ചെയ്യില്ലായിരുന്നു. പക്ഷേ ഇന്നത്തെ അവസ്ഥ അതങ്ങനെയല്ലല്ലോ. അതുകൊണ്ടാ ഞാൻ ഫോളോ ചെയ്തതും തെളിവിനായി വീഡിയോ പിടിച്ചതും പിന്നെ ആ കാശ് തിരികെ വച്ചതും. അവൾ അയാളുടെ നെഞ്ചിൽ ചേർന്ന് നിന്നു. എന്നാലും അപ്പച്ച, ഇത്രയൊക്കെ എന്നെ ദ്രോഹിച്ചിട്ടും ഇച്ചനും മതിയായിട്ടില്ലല്ലേ? ആദ്യമൊക്കെ ഞാനും ഒട്ടും വിട്ടുകൊടുത്തില്ല. പണിക്ക് മറുപണിയായി ശരിക്കും ഒരു ടോമാഞ്ചറി ഫൈറ്റായിരുന്നു. പക്ഷെ വല്യപ്പച്ച, എനിക്കിച്ചനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഒരുപാട്. ആരുമില്ലാത്ത എനിക്ക് സ്നേഹിക്കാൻ ഒരാളെ കിട്ടിയപ്പോൾ മറ്റെല്ലാം ഞാൻ മറന്നു. ശരിക്കും എന്താ മോളെ നിങ്ങൾക്കിടയിൽ സംഭവിച്ചത്? അപ്പച്ചാ, ജേക്കബ് വിളിച്ചതും അയാൾ തിരിഞ്ഞു. മോളും വാ. അവർ ഹാളിലേക്ക് നടന്നു. ചെയറിൽ തല കുനിച്ചിരിക്കുന്ന നിഷാനെ കണ്ടതും വല്യപ്പച്ചൻ അവൻ്റെ തോളിൽ കൈയിട്ടു. എന്താടാ ഉവ്വേ, ആകെ ഒരു മ്ലാനത. നീ ഇപ്പോൾ വല്യപ്പച്ചനെ തീരെ മൈൻഡില്ലാട്ടോ. അതെന്താ മോനെ? ഹേയ്, വല്യപ്പച്ചനിപ്പോൾ പുതിയ ഫ്രണ്ട്സൊക്കെ ആയില്ലേ, പിന്നെ ഞാൻ എന്നാത്തിനാ? ഓഹോ, അപ്പോൾ എൻ്റെ മോന് കുശുമ്പൊക്കെയുണ്ട് അല്ലേ റാഹേലേ? അതെ, ഇപ്പോഴാ നമ്മൾ അറിയുന്നതെന്ന് മാത്രം. ഇഷാനെ പറ്റി ഇനിയും നിങ്ങൾ എന്തൊക്കെ അറിയാൻ കിടക്കുന്നു അല്ലേ ഇഷാനെ? അവൻ ഞെട്ടി അവളെ നോക്കി. അതൊക്കെ അറിയുമ്പോൾ എൻ്റെ അമ്മച്ചിക്ക് വിശ്വസിക്കാൻ പോലും കഴിയില്ല. സാരമില്ല, തെളിവ് തന്ന് ഞാൻ വിശ്വസിപ്പിക്കാം അല്ലേ ഇഷാനെ? ഒന്ന് പോ ജാൻവി, നീ വെറുതെ. അവൻ വിളറിയ ചിരിയോടെ പറഞ്ഞു. ആഹാ, അങ്ങനെ
തെളിവ് നിരത്തി കാണിക്കാനും മാത്രം കുഴപ്പങ്ങൾ ഞങ്ങളുടെ പുണ്യാളൻ ചെയ്തിട്ടുണ്ടോ മോളെ? ജേക്കബ് സംശയത്തോടെ അവളെ നോക്കി ചോദിച്ചു. പിന്നില്ലേ, ഒക്കെ ഞാൻ ഒരു ദിവസം പൊട്ടിക്കുന്നുണ്ട്. അവൾ ചിരിയോടെ ചേറിലേക്കിരുന്നു. നീ എന്നാത്തിനെ ഇപ്പോൾ വിളിച്ചത്? കാര്യം പറ, ചോദിച്ചുകൊണ്ട് അയാളും ചേറിലേക്കിരുന്നു. ആ അപ്പച്ചാ, അതെ, സണ്ണിച്ചൻ എന്ന് വിളിച്ചിരുന്നു. ഇഷാൻ ഞെട്ടലോടെ തലയുയർത്തി. വൈകുന്നേരമായപ്പോൾ പെട്ടെന്ന് വിളിച്ചു പറയുക, മേടയിൽ പോയി അച്ഛനെ ഒന്ന് കാണാന്ന്. എന്നിട്ടോ? അയാൾ വിമിഷ്ടത്തോടെ ചോദിച്ചു. എന്നിട്ടെന്താ, ഞങ്ങൾ പോയി അച്ഛനെ കണ്ടു. അടുത്ത മാസം ലാസ്റ്റ് മനസമ്മതം, പിന്നത്തെ മാസം ഫസ്റ്റ് വീക്കിൽ മാരേജ്. അയാൾ സന്തോഷത്തോടെ പറഞ്ഞു ചിരിച്ചു. ഷെടാ, നീ ഇതെന്നാ പരിപാടിയാ ജേക്കപ്പെ കാണിച്ചു വച്ചേക്കുന്നേ? ഇങ്ങനെ ഒരു തീരുമാനം എടുക്കും മുന്നേ നീ ഇവിടെ ആരോടേലും ആലോചിച്ചോ? എന്തിനു പറയുന്നു, അവനെ നൊന്തുപെറ്റ ഈ കൊച്ചിനോട് നീ ആലോചിച്ചോ? എന്തിനാ നീ ഈ കെട്ടാൻ പറയുന്ന ഇവൻ ഇപ്പൊ അതിന് ഓക്കെയാണോ എന്ന് നീ ചോദിച്ചോ? അവൻ മേടയിൽ പോയി അച്ഛനെ കണ്ടിട്ട് വന്നേക്കുന്നു. വല്യപ്പച്ചൻ ദേഷ്യം കൊണ്ട് വിറച്ചു. ജേക്കബ് ആകെ വല്ലാതായി. അപ്പച്ച, അത് ഇവർക്ക് പരസ്പരം ഇഷ്ടമായ സ്ഥിതിക്ക് വച്ച് താമസിപ്പിക്കേണ്ടെന്ന്. ജേക്കബേ, ഈ കെട്ടെന്ന് പറയുന്നത് കുട്ടിക്കളിയല്ലെന്ന് നിനക്ക് നന്നായി അറിയാം. എടാ, ഒന്ന് കണ്ടു, സംസാരിച്ചു, അതിനിടയ്ക്ക് അവരെങ്ങനെയുള്ളവരാന്ന് നിനക്ക് ബോധ്യപ്പെട്ടോ? ഇല്ലല്ലോ. മോനെ, ആരുടെ കാര്യമാണേലും നമ്മൾ 100 വട്ടം ചിന്തിക്കണം. ഇത് നിന്റെ എടുത്തുചാട്ടമായിപ്പോയി എന്നേ അപ്പച്ചൻ പറയത്തുള്ളൂ. അയാൾ എണീറ്റ് റൂമിലേക്ക് നടന്നു. അച്ഛായ, റാഹേൽ അയാളുടെ തോളിൽ കൈവച്ചു. അബദ്ധമായോ റാഹേലേ? അവർ ഒന്ന് മൂളി. എന്തെങ്കിലും കാര്യമില്ലാതെ അപ്പച്ചൻ ഇങ്ങനൊന്നും പറയില്ല ചായ. മോനെ, എന്താ നിന്റെ അഭിപ്രായം? അതിപ്പോ നിങ്ങൾ എന്ത് തീരുമാനം എടുത്താലും എനിക്കൊക്കെയാണ്. അവൻ അത് പറഞ്ഞതും നിന്നെ സമ്മതിക്കണം എന്ന് ജാൻവി കൈകാട്ടി. അവൻ പെട്ടെന്നെണീറ്റ് റൂമിലേക്ക് നടന്നു. ഷോ, കുഞ്ഞിനും വിഷമായി. അങ്ങനെയൊന്നുമില്ല അമ്മച്ചി. അമ്മച്ചി വാ, നമുക്ക് ഡിന്നർ സെറ്റ് ചെയ്യാം. അവൾ അവരുമായി കിച്ചണിലേക്ക് നടന്നു. ഇനി എന്താ ചെയ്യുകയെന്നോർത്ത് അയാൾ തലയിൽ കൈവച്ചിരുന്നു. പിറ്റേന്ന് രാവിലെ റാഹേലിന്റെ നിലവിളി കേട്ടാണ് ആനക്കാട്ടിലുള്ളവർ ഉണർന്നത്. ജേക്കബ് പിടഞ്ഞെണീറ്റ് കിച്ചണിലേക്ക് പാഞ്ഞു. വല്യപ്പച്ചനും ജാൻവിയും ഇഷാനും ഓടിയെത്തി. കിച്ചണിൽ റാഹേലിനെ കാണാഞ്ഞ് അവർ പുറത്തേക്ക് പാഞ്ഞു. അലക്കുകല്ലിന്റെ അരിക വീണ് കിടക്കുന്ന റാഹേലിനെ കണ്ടതും ജേക്കബ് വിറച്ചുപോയി. റാഹേലെ, എന്നതാ പറ്റിയേ? അയാൾ അവരെ കോരിയെടുത്തു. കൊച്ചേ, എന്നതാ കൊച്ചേ ഇത്? നീ എന്തിനാ ഇപ്പൊ ഇവിടേക്ക് വന്നത്? എന്റെ കർത്താവേ! മമ്മി, എന്താ മമ്മി? ഞാൻ കുറച്ച് വേപ്പില പൊട്ടിക്കാൻ ഇറങ്ങിയതാ, പക്ഷേ കാലൊന്ന് മടങ്ങി. ഇപ്പോ വല്ലാത്ത വേദന. വല്യപ്പച്ചനിരുന്ന് അവരുടെ കാല് പിടിച്ചു നോക്കി. ജേക്കബേ, എല്ല് പൊട്ടിയിട്ടുണ്ട്. അയ്യോ അപ്പച്ച. അതേടാ, 2 ഇടത്താ പൊട്ടിയേക്കുന്നേ. നീ വേഗം കൊച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോ. അപ്പച്ച, അപ്പച്ചന് പറ്റില്ലേ? ഇല്ലടാ, വയസ്സായില്ലേ. തന്നെയല്ല, ഇപ്പോ ഹോസ്പിറ്റലിൽ പോകുന്നതാ നല്ലത്. അമ്മച്ചി. ജാൻവി അവരെ താങ്ങി. അവളുടെ കണ്ണ് നിറയുന്നുണ്ട്. ഒന്നുമില്ല മോളെ, നീ വിഷമിക്കണ്ട. ആ വേദനയിലും അവർ അവളെ സമാധാനിപ്പിച്ചു. ഹോസ്പിറ്റലിൽ നിന്നും വന്ന ജേക്കബ് റാഹേലിനെ റൂമിൽ കിടത്തി. അപ്പച്ച, ഇനിയിപ്പോ നമുക്ക് അകത്തേക്ക് ഒരാളെ കൂടി നിർത്താല്ലേ? പിന്നെ ഒരു ഹോം നഴ്സിനെ കിട്ടുമോ നോക്കണം. റാഹേലിന്റെ കാര്യങ്ങൾക്ക് ഒരു കുറവും വരരുതല്ലോ. വല്യപ്പച്ച, ഞാൻ നോക്കിക്കോളാം അമ്മച്ചിയെ. അയ്യോ മോളെ, നീയോ? നിനക്ക് ജോലിക്ക് പോണ്ടേ? വേണ്ടപ്പച്ച, ഞാൻ ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്തോളാം. ഞാൻ നോക്കിക്കോളാം അമ്മച്ചിയെ, പൊന്നുപോലെ നോക്കിക്കോളാം. പിന്നെ കിച്ചണിലേക്ക് ആരെയും നിർത്തണ്ട. എനിക്കറിയും പോലെ ഞാൻ ചെയ്തോളാം. അയ്യോ, അതൊന്നും വേണ്ട മോളെ, എല്ലാം കൂടി നിനക്ക് പാടാകും. ഇല്ല വല്യപ്പച്ച, ഇതൊക്കെ ഒറ്റയ്ക്ക് തന്നെയല്ലേ അമ്മച്ചി നോക്കിയിരുന്നേ.
ഞാനും പഠിക്കട്ടെന്നേ. പ്ലീസ് വല്യപ്പച്ച. ശരി ജേക്കബേ, എന്നതായാലും 2 ദിവസം മോള് നോക്കട്ടെ. അവൾക്ക് ഒറ്റയ്ക്ക് കഴിയില്ലെന്ന് വന്നാൽ നമുക്ക് വേണ്ടത് ചെയ്യാം. ജേക്കബ് തലയാട്ടി. ഇഷാന് ഒന്നും പറയാൻ കഴിയാത്ത അവസ്ഥയാണ്. അവൻ അവളെ ഒന്ന് നോക്കി. കർത്താവേ, ഇനി എന്നും ഉപ്പിലിട്ടത് കഴിക്കാനാണോ എൻ്റെ വിധി? അവൻ റാഹേലിനെ ഒന്ന് നോക്കി. മമ്മി, മോൻ വിഷമിക്കണ്ട. ഇതിപ്പോൾ 6 മാസം, അത് വേഗം അങ്ങ് പോകും. പിന്നെ സമയത്തിന് എനിക്കൊരു മോളെ കർത്താവ് എത്തിച്ച് തന്നില്ലേ, പിന്നെ എന്താ വേണ്ടത്? മോൻ പോയിക്കോ, മമ്മിക്കൊന്നുമില്ല. അവൻ തലയാട്ടി തിരിഞ്ഞു നടന്നു. വിവരം അറിഞ്ഞ് സണ്ണിച്ചനും റോസ്മേരിയും റാഹേലിനെ കാണാനായി വന്നു. എന്നാലും ഇത് കഷ്ടമായല്ലോ. ഇനിയിപ്പോൾ തീരുമാനിച്ചത് കുറച്ച് നീട്ടണമല്ലോ എന്ന വിഷമോ എനിക്ക്. റോസ്മേരി അവരെ ഒന്ന് നോക്കി. ഇവിടെ കൊച്ചിൻ്റെ കാര്യം ശരിയായിട്ട് മതി, മറ്റുള്ള ആലോചനയൊക്കെ. അതിലും വലുതായി ഇവിടെ മറ്റൊന്നില്ല. അവരുടെ സംസാരം ഇഷ്ടപ്പെടാതെ വല്യപ്പച്ചൻ പറഞ്ഞു. അയ്യോ, ഞാനും അത് അങ്ങനെ പറഞ്ഞതല്ല. നമ്മൾ ഒരു നല്ല കാര്യം ആലോചിച്ചു, അപ്പോഴേക്ക് ഇങ്ങനൊരു അപകടം വന്നല്ലോ എന്നോർത്ത് പറഞ്ഞതാ. ആ, അതാ ഞാനും പറഞ്ഞത്. ഇനി തീരുമാനിക്കുമ്പോൾ എല്ലാം നോക്കിയും കണ്ടും മതിയെന്ന്, എടുത്ത് ചാടി ഒന്നും വേണ്ടെന്ന് അയാൾ കടുപ്പിച്ചു പറഞ്ഞു. അവരുടെ മുഖം വിളറി. അവിടേക്ക് അവർക്കുള്ള ജ്യൂസുമായി എത്തിയ ജാൻവിയെ അവർ സൂക്ഷിച്ചു നോക്കി. അല്ല, ഇതാരാ? ഹോം നഴ്സാണോ? അല്ല, എൻ്റെ കൊച്ചുമോളാ. എന്തേ, ഇഷ്ടമായില്ലേ? വല്യപ്പച്ചൻ ഇഷ്ടക്കേടോടെ വീണ്ടും പറഞ്ഞു. അയ്യോ, ആണോ? അറിഞ്ഞില്ല. അപ്പച്ചന് ഇഷാൻ കൂടാതെ ഒരു കൊച്ചുമോള് കൂടിയുണ്ടെന്ന് അറിയില്ലായിരുന്നു. ഇപ്പൊ അറിഞ്ഞില്ലേ? അതുപോരെ. അപ്പച്ചൻ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? ഞങ്ങൾ വന്നത് ഇഷ്ടമായില്ലേ? കൊച്ചേ, എനിക്ക് നിങ്ങൾ വന്നത് ഇഷ്ടക്കേടൊന്നുമില്ല. പക്ഷേ സംസാരിക്കുന്ന രീതിയിൽ ഇഷ്ടക്കേടുണ്ട്. അതിന് ഞാൻ അങ്ങനെയൊന്നും ഇല്ലേ. എൻ്റെ കൊച്ചിൻ്റെ എല്ല് പൊട്ടിക്കിടക്കുമ്പോൾ തന്നെ കെട്ടിൻ്റെ കാര്യം പറഞ്ഞല്ലേ നിങ്ങൾക്ക് വേദന? പിന്നെ എൻ്റെ കൊച്ച് നിങ്ങൾക്ക് കുടിക്കാൻ തരുമ്പോൾ അതാരാ, നഴ്സാണോ എന്നാണോ ചോദിക്കേണ്ടത്? എവിടെയാ നഴ്സുമാർ വരുന്നവർക്ക് കുടിക്കാനെടുക്കുന്നത്? അവർ ശമ്പളം വാങ്ങുന്നതേ രോഗിയെ നോക്കുന്നതിനാ, അല്ലാതെ അങ്ങനെയുള്ള മര്യാദയൊക്കെ കാണിക്കുന്നതേ വീട്ടുകാരാ. അതുപോലും ചിന്തിച്ചില്ലല്ലോ. അവരുടെ മുഖം വിളറി വെളുത്തുപോയി. അപ്പച്ചാ, റാഹേൽ ദയനീയമായി അയാളെ നോക്കി. കൊച്ചേ, മനസ്സിൽ തോന്നുന്നത് ഒളിച്ചു വെച്ചെനിക്ക് ശീലമില്ല. അയാൾ പുറത്തേക്കിറങ്ങി. ഒന്നും തോന്നരുത്, അപ്പച്ചൻ ഇങ്ങനെയാ. ഹേയ്, വയസ്സായ മനുഷ്യനല്ലേ, സാരമില്ല. ഉള്ളിലെ ഈർഷ്യ മറച്ചുകൊണ്ട് അവർ ചിരിച്ചു. ജാൻവി റാഹേലിനെ പരിപാലിക്കുന്നതും റാഹേൽ സ്നേഹത്തോടെ അവളോട് ഇടപെടുന്നതും അവർക്കെന്തോ അത്ര ദഹിച്ചില്ല. കുറച്ച് സമയം കൂടി ഇരുന്നിട്ട് അവര് പോയി. അന്ന് രാത്രി പാലപ്പവും ചിക്കൻ കറിയും ടേബിളിൽ വിളമ്പി വെച്ചുകൊണ്ട് അവൾ എല്ലാരെയും വിളിച്ചു. റാഹേലിനുള്ളത് അവൾ റൂമിൽ കൊടുത്തു. വല്യപ്പച്ചൻ്റെ വിളി കേട്ട് ഇറങ്ങി വന്ന ഇഷാൻ ടേബിളിലേക്കൊന്ന് നോക്കി. കർത്താവേ, ഇന്നിനി എന്താണോ ആവോ ഒപ്പിച്ചേക്കുന്നത്. അവൻ ജേക്കബിൻ്റെ അടുത്തേക്കിരുന്നു. ജാൻവി എല്ലാവർക്കും പ്ലേറ്റ് നിരത്തി. അവൾ തന്നെ എല്ലാവർക്കും വിളമ്പി. വല്യപ്പച്ച, കഴിച്ചിട്ട് അഭിപ്രായം പറയണേ. കുറവുകളുണ്ടെങ്കിൽ പരിഹരിക്കാം. അവൾ ചിരിച്ചു. അയാൾ അല്പം കറി തൊട്ട് നാവിൽ വച്ചു. അവളെ ഒന്ന് നോക്കി. അവളുടെ മുഖത്ത് ടെൻഷൻ നിറഞ്ഞു. എന്താ വല്യപ്പച്ച, എന്തെങ്കിലും? എൻ്റെ മോളെ, പൊളിച്ചു. എന്താ ഒരു ടേസ്റ്റ്. ജേക്കബേ, നീ ഒന്ന് നോക്കിയേ. അതെ അപ്പച്ച, എല്ലാം പാകത്തിനാ. സൂപ്പർ. മോനെ, നീ കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞേ. അവൻ അവളെ ദയനീയമായി ഒന്ന് നോക്കി. അവൾ മുഖം ചെരിച്ചു കളഞ്ഞു. ജേക്കബ് അവൻ്റെ പ്ലേറ്റിൽ നിന്നും ഒരൽപ്പമെടുത്ത് അവൻ്റെ വായിൽ തിരുകി. ഇഷാന്റെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു.
അവൻ വിശ്വസിക്കാൻ കഴിയാതെ അവളെ ഒന്ന് നോക്കി. എങ്ങനെയുണ്ട് മോളുടെ പാചകം? അവൻ സൂപ്പർ എന്ന് വിരൽ കാട്ടി. പിന്നെ വേഗം വേഗം കഴിച്ചു തുടങ്ങി. അത് കണ്ട് ജേക്കബ് ചിരിച്ചു. എല്ലാവരും കഴിക്കുന്നതിൽ ശ്രദ്ധിച്ചതും ഇഷാൻ മുഖമുയർത്തി അവളോട് താങ്ക് യു എന്ന് ചുണ്ടിൽ വച്ച് പറഞ്ഞു. അവൾ പുച്ഛത്തോടെ തിരിഞ്ഞു. നിങ്ങൾ കഴിക്കേട്ടോ, ഞാൻ അമ്മച്ചി ഒന്ന് നോക്കിയിട്ട് വരട്ടെ. അവൾ പെട്ടെന്ന് അവിടുന്ന് പോയി. മോളെ, നീ കഴിക്കുന്നില്ലേ? ഞാൻ പിന്നെ കഴിച്ചോളാം വല്യപ്പച്ച. ആഹാ, അത് പറ്റില്ല. നീ പോയി കൊച്ചിനെ നോക്കിയിട്ട് വാ, വല്യപ്പച്ചൻ വെയിറ്റ് ചെയ്യാം. നമുക്ക് ഒന്നിച്ച് കഴിക്കാം കേട്ടോ. അയ്യോ, അതൊന്നും വേണ്ട, എനിക്ക് പിന്നെ മതി. അവൾ പിന്നെ അവിടെ നിന്നില്ല. നല്ല കൊച്ച അല്ലേ അപ്പച്ച? അതേടാ മോനെ, മിടുക്കിയ. അമ്മച്ചി കഴിച്ചോ? പിന്നെ ദേ പാത്രം കാലിയായി. എന്താ ടേസ്റ്റ്? ഇത്രയൊക്കെ കയ്യിലുണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. അവളൊന്ന് ചിരിച്ചു. പിന്നെ അവരുടെ കൈയും വായും കഴുകിച്ചു. പിന്നെ അവരെ നേരെ ബാത്റൂമിൽ കൊണ്ടുപോയി മേല് തുടച്ച് ഡ്രസ്സ് മാറിക്കൊടുത്തു. മുടിയൊക്കെ ചീകി കെട്ടിവെച്ചു കൊടുത്തു. ഇപ്പോ സുന്ദരിയായല്ലോ. അവരുടെ കണ്ണുകൾ നിറഞ്ഞു. എന്താ അമ്മച്ചി? എൻ്റെ കാലിന് മാത്രമേ കുഴപ്പമുള്ളൂ. എന്നിട്ടും എന്താ അമ്മച്ചി ഇത്? എനിക്ക് അമ്മച്ചിന്ന് വിളിക്കാൻ ആരുമില്ല. ഇപ്പോൾ അമ്മച്ചിയാ എൻ്റെ സ്വന്തം അമ്മച്ചി. ഞാൻ അങ്ങനെയാ കരുതുന്നേ, അങ്ങനെയാ കാണുന്നേ. അപ്പോൾ എനിക്കിതൊക്കെ സന്തോഷമല്ലേ? അവളുടെ കണ്ണുകളും നിറഞ്ഞു. അവർ അവളെ നെഞ്ചോട് ചേർത്ത് കവിളിൽ മുത്തി. അവൾ ഓരോന്നും നോക്കിയും കണ്ടും ചെയ്യുന്നതും മമ്മിയെ പൊന്നുപോലെ നോക്കുന്നതും ഇഷാന് അതിശയമായിരുന്നു. മമ്മിക്ക് ഒരാളുടെ ഹെൽപ്പ് ആവശ്യമായോണ്ട് ജാൻവിയെ പുറത്ത് ചാടിക്കാനുള്ള ദൗത്യം അവൻ തൽക്കാലം ഉപേക്ഷിച്ചു. റാഹേലിനെ വീൽ ചെയറിലിരുത്തി അവൾ മുറ്റത്തേക്ക് കൊണ്ടുവന്നത് മുകളിൽ നിന്ന് അവൻ കണ്ടു. അവൻ കുറച്ചു സമയം അവളെ നോക്കി നിന്നു. മമ്മി ഇപ്പോൾ നന്നായിരിക്കുന്നെന്ന് അവന് തോന്നി. അവരുടെ അരികിലേക്ക് അപ്പൂപ്പൻ താടി ഊതി വിടുകയാണ് ജാൻവി. അവർ ചിരിയോടെ അത് തിരികെ ഊതി വിടുന്നുണ്ട്. അവരുടെ കളി കണ്ട് അവൻ്റെ ചുണ്ടിലും നേരിയ പുഞ്ചിരി വിരിഞ്ഞു. അമ്മച്ചി, നമുക്ക് ചാമ്പയ്ക്ക കഴിച്ചാലോ? പെട്ടെന്ന് അവൾ ചോദിച്ചു. ആ, അതിനെന്താ? അവൾ ഇട്ടിരിക്കുന്ന സ്കർട്ട് കുറച്ചുയർത്തി അവൾ ചാമ്പയ്ക്ക എത്തിച്ചാടി പൊട്ടിച്ചു. നോക്കി അമ്മച്ചി. അവൾ കൈകൾ വിടർത്തി. ചുവന്ന് തുടുത്ത ചാമ്പയ്ക്ക. അവൾ അത് അവരുടെ മടിയിലേക്കിട്ടു. ഞാനിപ്പോൾ വരാവേ. ഒറ്റയ്ക്ക് തിന്നല്ലേ കള്ളിപ്പെണ്ണേ. അവൾ ഓടിപ്പോയി. തിരികെ വരുമ്പോൾ അവളുടെ കയ്യിൽ മുളകും ഉപ്പും ഉണ്ടായിരുന്നു. അയ്യോ, ഇങ്ങനെയോ? ഇത് വെറുതെ കഴിക്കാനാ നല്ലത്. എന്നാരാ അമ്മച്ചിയോട് പറഞ്ഞത്? ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. അവൾ അതിലേക്ക് ഒന്നൂതി രണ്ടായി പൊട്ടിച്ച് അകത്തേക്ക് ഇത്തിരി ഉപ്പും ഇത്തിരി മുളകും വച്ച് ചേർത്തടച്ച് അവരുടെ നേർക്ക് നീട്ടി. അവർ അവളെ നോക്കി. ധൈര്യമായി കഴിച്ചോ? അവൾ പറഞ്ഞതും അവർ വായ തുറന്നു. അവൾ അത് വായിലേക്ക് വെച്ചു കൊടുത്തു. അറിയാതെ ഇഷാന്റെ വായ തുറന്നുപോയി. അടിപൊളി! എൻ്റെ മോളെ, ഇതിങ്ങനെ കഴിക്കാന്നറിഞ്ഞെങ്കിൽ ഒരൊറ്റ ഒരെണ്ണം ഞാൻ ആർക്കും കൊടുക്കില്ലായിരുന്നു. എൻ്റെ അമ്മച്ചി, ഇതിൽ കാന്താരി വെക്കണം. അതാ ഇതിലും ടേസ്റ്റ്. ആണോ? എന്നാ മോള് പറമ്പിൽ നിന്ന് കുറച്ച് കാന്താരി പൊട്ടിക്കണേ. നമുക്ക് നാളെ ഒരു കലക്ക് കലക്കാം. പിന്നെന്താ? അവരുടെ കളിയും ചിരിയും അവൻ നോക്കി നിന്നു. അമ്മച്ചി, ഇനിയും വേണോ? ആ, വേണം വേണം. അവൾ വീണ്ടും ഉയർന്നു ചാടി. അവളുടെ ടോപ്പ് കുറച്ച് പൊങ്ങി. വെളുത്ത വയർ കുറച്ച് കണ്ടു. ഇഷാൻ അത് കണ്ടതും അവൻ്റെ മനസ്സ് ഒന്ന് ചാഞ്ചാടി. അവൻ്റെ മനസ്സിലേക്ക് പഴയ ചിത്രം ഓടിയെത്തി. ഹോസ്റ്റലിലേക്ക് പോകാൻ വണ്ടിയെടുത്ത് തിരിയുമ്പോഴാണ് ഇഷാൻ അവളുടെ മുന്നിലെത്തുന്നത്. അവൾ അവനെ ഒന്ന് നോക്കി. എന്താ,
ഇനിയും ഉടക്കാനാണോ? അല്ല, പിന്നെ എൻ്റെ ഫോൺ, അതെനിക്ക് വേണം. ഇപ്പം തന്നെ എൻ്റെ മമ്മി അതിലേക്ക് വിളിച്ചിട്ടുണ്ടാവും. എന്നെ കിട്ടിയില്ലേ ആ പാവം ഒരുപാട് വിഷമിക്കും. അവൾ ഒന്നാലോചിച്ചു. ശരി, ഫോൺ ഞാൻ തരാം, പക്ഷേ ഇനിയും എൻ്റെ നേരെ വരരുത്. ഓക്കെ ആണോ? അവൻ തലയാട്ടി. അവൾ ഒന്നെണീറ്റു. പിന്നെ ബാക്കിലെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തു. അവളുടെ ഓപ്പൺ ഏരിയയിൽ വെളുത്ത വയറ് കണ്ടതും അവൻ്റെ കണ്ണ് മിഴിഞ്ഞു. ഇതിലിപ്പോ സിം മാത്രമേ ഉള്ളൂ. അവൻ തലയാട്ടി. അവൾ സീറ്റിലേക്കിരുന്നു. ഒപ്പം അവളുടെ ടോപ്പ് മടങ്ങി. ഇടുപ്പ് കുറച്ചുകൂടി വെളിവായി. അവൻ അവളെ ഒന്ന് നോക്കി. ഇനി എന്താ? അത് അവൻ കണ്ണ് കാണിച്ചു. അവൾ അവിടേക്ക് നോക്കി. അയ്യോ! അവൾ വേഗം മറച്ചു പിടിച്ചു. അവൻ ചിരിയോടെ തിരിഞ്ഞു. അയ്യേ, ഛേ, എന്നാലും ആള് കൊള്ളാലോ. സീൻ പിടിക്കാതെ പറഞ്ഞു തന്നില്ലേ? പിറ്റേന്ന് രാവിലെ നല്ല മഴ കാരണം ജാൻവി സ്കൂട്ടി എടുത്തില്ല. സോഫിയുമൊത്ത് ബസ്സിൽ പോകാമെന്നോർത്ത് അവളിറങ്ങി. ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ ഇഷാനും ഫ്രണ്ട്സും അവിടേക്ക് വരുന്നത് കണ്ട് അവൾ ജാടയിട്ട് നിന്നു. അവർ വന്ന് നിന്നതും സോഫി ഒന്ന് ചിരിച്ചു. ഇഷാനും തിരികെ ചിരിച്ചു. അയ്യോ, എന്ത് നല്ല ചിരിയാ! ജാൻവി ഓർത്തുപോയി. പെട്ടെന്ന് അവളുടെ കയ്യിലിരുന്ന റെക്കോർഡ് താഴേക്ക് പോയി. അവൾ അതെടുക്കാൻ മുന്നിലേക്കാഞ്ഞു. റെക്കോർഡ് എടുത്ത് നിവർന്നതും ഒരു കാറ് വെള്ളം അടിച്ച് തെറിപ്പിച്ച് കടന്നുപോയി. ജാൻവി കണ്ണുകൾ അടച്ചു നിന്നു. ക്ഷണനേരം കഴിഞ്ഞതും അവൾ കണ്ണു തുറന്നു നോക്കി. അവൾ ഞെട്ടിപ്പോയി. അഴുക്കു വെള്ളത്തിൽ കുളിച്ചു നിൽക്കുകയാണ് താൻ. അയ്യോ ജാൻവി! സോഫി അടുത്തേക്ക് വന്നു. അവൾ തിരിഞ്ഞതും അവന്മാരുടെ നോട്ടം അവളിലേക്കായി. സോഫി പെട്ടെന്ന് അവളെ മറഞ്ഞു. എടാ, ഇതിപ്പോ എന്താ ചെയ്യുക? ശരീരം മുഴുവൻ എടുത്ത് കാട്ടുന്നുണ്ട്. ഇങ്ങനെപ്പോ... അവൾ ചൂളി നിന്നു. പെട്ടെന്ന് ഇഷാൻ മുന്നിലേക്ക് നടന്നു വന്നു. അവൻ തൻ്റെ ഷർട്ട് ഊരിയെടുത്തു. ജാൻവിയുടെ പിന്നിലൂടെ ഇട്ടുകൊടുത്തു. ചെല്ല്, പോയി ഡ്രസ് ചേഞ്ച് ചെയ്തു വാ. അവൻ്റെ ആ പ്രവൃത്തി അവളുടെ കണ്ണ് തള്ളിച്ചു. ഛേ! കൂടെയുള്ളവന്മാർ നിരാശ പൂണ്ടു. ബനിയനും പാൻറ്റും ഇട്ട് നിൽക്കുന്ന അവനെ അവൾ കണ്ണെടുക്കാതെ നോക്കി. വാടാ! സോഫി അവളെ പിടിച്ചു നടന്നു. അവൾ പിന്നെയും പിന്നെയും അവനെ തിരിഞ്ഞു നോക്കി. അവൻ ഒരു മന്ദഹാസത്തോടെ നിന്നു. അന്നവൾ സെന്ററിൽ പോയില്ല. സോഫി പോയതും അവൾ ആ ഷർട്ട് നന്നായി അലക്കി വിരിച്ചിട്ടു. പിന്നെ അതിലേക്ക് നോക്കി അങ്ങനെ ഇരുന്നു. സോഫി അവളിലെ മാറ്റങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ ഒന്നും ചോദിച്ചില്ല. പിറ്റേന്ന് ആ ഷർട്ട് കൊണ്ടുവന്ന് അവന് കൊടുക്കാമെന്നോർത്ത് ജാൻവി അവനെ തിരക്കി നടന്നു. കൂട്ടുകാരോട് സംസാരിച്ച് നടന്നു വരുന്ന അവനെ കണ്ടതും അവൾ പരിസരം മറന്ന് നടന്നു തുടങ്ങി. പെട്ടെന്ന് അവളെ ആരോ ഒന്ന് തട്ടി. അവൾ വീഴാൻ ആഞ്ഞുപോയി. പക്ഷേ ആരുടെയോ കൈ അവളുടെ ഇടുപ്പിൽ ചുറ്റിയിരുന്നു. ആ കൈയുടെ മൃദുലത അവൾ കണ്ണുകൾ അടച്ചുപോയി. ഡോ! അവൾ കണ്ണുകൾ തുറന്നു. ഇഷാൻ! അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. അവരുടെ കണ്ണുകൾ പരസ്പരം ഇടഞ്ഞു. എന്താടോ? അത് ഞാൻ ഈ ഷർട്ട്... അവൾ ഉയർന്നു. അവൻ്റെ കൈ പിന്മാറി. ആ, തന്നേക്ക്. ഇന്നലെ പിന്നെ താൻ വന്നില്ലല്ലോ, അതെന്താ? അത് ഞാൻ ലാസ്റ്റ് സെം എടുത്തു. ഇനി ഉഴപ്പാതെ ക്ലാസ്സിൽ ശ്രദ്ധിക്കേട്ടോ. ഇനി ക്ലാസ് മുടക്കരുത്. എന്നും വരണം. പുഞ്ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അവൾ തലയാട്ടി. അവൾ ഒരു സ്വപ്നത്തിൽ എന്ന പോലെ തിരിഞ്ഞു. അവൾക്കന്ന് ക്ലാസ്സിൽ ശ്രദ്ധിക്കാനേ പറ്റിയില്ല. അവൾ ഇങ്ങനെ പറന്നു പോയി. മോളെ ജാൻവി, എന്താ ഇഷാൻ നിന്റെ ഹൃദയം കൊണ്ടുപോയോ? സോഫിയുടെ ചോദ്യം അവളെ ഞെട്ടിച്ചു. അങ്ങനെ തോന്നിയോടാ? ആ, തോന്നി. എനിക്കും അങ്ങനെ ഒരു സംശയം ഇല്ലാതില്ലടാ. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ഡാ? അതിശയത്തിൽ സോഫി. അതേടാ. വഴക്കിട്ട് എനിക്കവനോട് പ്രണയമാണെന്ന് തോന്നുന്നു. എടാ, അത് വേണോ? അവൻ്റെ ക്യാരക്ടർ. പക്ഷേ അതൊക്കെ ഉടക്കിൻ്റെ ഭാഗമല്ലേടാ. അല്ലാതെ അവന് നല്ലൊരു മനസ്സുണ്ട്. എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്.
സോഫി പിന്നെ ഒന്നും മിണ്ടിയില്ല. പിറ്റേ ദിവസം ജാൻവിക്ക് നല്ല പനിയായി. അവൾക്ക് എണീക്കാൻ പോലും വയ്യ. സോഫി അവൾക്ക് ഭക്ഷണവും വെള്ളവും ടാബ്ലറ്റും ഒക്കെ കൊടുത്തു. എടാ, ഞാനിന്ന് പോന്നില്ല, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാടാ. വേണ്ടടാ, നീ പോയിക്കോ, പോയി നോട്ട്സ് എഴുതിയെടുക്ക്. സെം വരുമല്ലേ, എനിക്കെവിടെ ഇരുന്നാലും പഠിക്കാലോ. നീയും പോകാതിരുന്നാ ശരിയാവില്ല. മടിച്ച സോഫിയെ അവൾ നിർബന്ധം പിടിച്ച് പറഞ്ഞു വിട്ടു. ടാബ്ലറ്റ് കഴിച്ചതുകൊണ്ട് ക്ഷീണത്തിൽ അവൾ ഉറങ്ങിപ്പോയി. ആരോ തൻ്റെ തലയിൽ തഴുകുന്നതറിഞ്ഞ് അവൾ കണ്ണുകൾ മെല്ലെ തുറന്നു. അവളുടെ മുഖത്ത് അമ്പരപ്പ് നിറഞ്ഞു. ഇഷാൻ? അവൾ എണീക്കാൻ ശ്രമിച്ചു. വേണ്ട, കിടന്നോ. ഇത്രയും വയ്യാഞ്ഞിട്ടെന്താ ഹോസ്പിറ്റൽ പോകാഞ്ഞത്? ഇഷാൻ, നീ എങ്ങനെ ഇവിടെ? അതൊക്കെ ഞാൻ വന്നു. വേണമെന്ന് വച്ചാ എന്താ പറ്റാത്തത്? നീ വന്നില്ലേ എൻ്റെ റൂമിൽ? അവൻ അവളുടെ തലയിൽ തഴുകി. നല്ല ചൂടുണ്ടല്ലോ, എന്തേലും കഴിച്ചോ? കഞ്ഞി കുടിച്ചു. എപ്പോ? രാവിലെ. പിന്നെയോ? അവൾ വിലങ്ങനെ തലയാട്ടി. ഞാൻ പോയി എന്തെങ്കിലും വാങ്ങിയിട്ട് വരാം. നിന്നെ കാണാനുള്ള തിടുക്കത്തിൽ ഞാൻ ഒന്നും വാങ്ങിയില്ല. അവൻ എണീറ്റു. അവൾ പെട്ടെന്ന് അവൻ്റെ കയ്യിൽ പിടിച്ചു. വേണ്ട, ആരെങ്കിലും കാണും. ഇല്ല, എല്ലാരും പോയില്ലേ. പിന്നെ വാർഡൻ ഇവിടില്ല. നീ ഇവിടെ ഉണ്ടെന്ന് അവർ അറിഞ്ഞിട്ടില്ല. അവൾ അവനെ നോക്കിക്കിടന്നു. എന്താ ഇങ്ങനെ നോക്കുന്നത്? എന്തിനാ വന്നത്? അവൻ അവളുടെ കണ്ണിലേക്ക് നോക്കി. എനിക്ക് നിന്നെ കാണാതെ വയ്യ. അതെന്താ? അറിയില്ല. നിന്നെ കാണാതെ എന്തോ നെഞ്ചിനുള്ളിൽ ഒരു പിടച്ചിൽ. നിനക്ക് വയ്യെന്ന് സോഫി പറഞ്ഞപ്പോൾ അവിടെ ഇരിക്കാൻ കഴിഞ്ഞില്ല. ഹൃദയമൊക്കെ തുടിക്കുന്നു. പിന്നെ എനിക്ക് ഒരു മനസമാധാനമില്ല. അതാ വന്നത്. അവളുടെ പിടയ്ക്കുന്ന കണ്ണുകൾ, വരണ്ട ചുണ്ടുകൾ. അവൻ അവളുടെ മുഖം കൈകളിലെടുത്തു. എനിക്ക് ഈ കാന്താരിമുളകിനെ ഒരുപാടിഷ്ടാ. എനിക്ക് നിന്നെ ഇഷ്ടാ. നിനക്കെന്നെ ഇഷ്ടാണോ ജാനു? അവൻ്റെ ശ്വാസം നേർത്തു പോയിരുന്നു. അവളുടെ ശ്വാസഗതിയേറി. എനിക്ക് ഈ ചട്ടമ്പിയില്ലാതെ പറ്റില്ലെന്ന് മനസ്സിലായി. എനിക്ക് നിന്നെ വേണം ജാനു. അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. അവിടെ തുടിക്കുന്ന പ്രണയം. അവൾ കണ്ണുകൾ ചിമ്മി. അവൻ അവളുടെ വരണ്ട ചുണ്ടിലേക്ക് നോക്കി. ബലമായി പിടിച്ചെടുത്തത് നിന്റെ അനുവാദത്തോടെ ഞാൻ എടുത്തോട്ടെ? അവൻ്റെ ശബ്ദം കുറുകി. എനിക്ക് വയ്യ. അവളുടെ ചുണ്ടുകൾ വിടർന്നതും അവനത് സ്വന്തമാക്കി കഴിഞ്ഞു. അവളുടെ കണ്ണുകൾ മാടി അടഞ്ഞു. വരണ്ടുണങ്ങിയ ചുണ്ടുകൾ ഉമിനീരിനാൽ കുതിർന്നു. അവൻ്റെ പ്രണയം അവളിലേക്കൊഴുകി. മെല്ലെ മെല്ലെ പകുതിയിൽ നിന്നും മുഴുവനായും സ്വന്തമാകുമ്പോൾ നീണ്ടു നിന്ന ചുംബനം അവളുടെ ശ്വാസം വിലങ്ങി. അവൾ വെപ്രാളം തല്ലിയതും അവൻ പിന്മാറി. കിതച്ചുപോയ അവളെ നെഞ്ചോടമർത്തി. അവനും വല്ലാതെ കിതച്ചുപോയിരുന്നു. കിതപ്പടങ്ങിയതും അവൻ അവളുടെ മുഖം കയ്യിലെടുത്തു. ഞാൻ ആദ്യമായി അറിഞ്ഞത് ഇതിലെ മധുരമാണ്. പലപ്പോഴും എന്നെ അസ്വസ്ഥമാക്കിയതും ആ നിമിഷമാണ്. വഴക്കിട്ടതും പൊരുതിയതും നീ എൻ്റേതും മാത്രമാണെന്ന തോന്നലാണെന്ന് എനിക്ക് ബോധ്യമായി. നിന്റെ മുന്നിൽ തോൽക്കാൻ പറ്റാത്ത ഞാനിപ്പോൾ മനഃപൂർവ്വം തോറ്റു തന്നിരിക്കുന്നു. എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല ജാനു. അവൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. തളർന്ന കണ്ണുകളിൽ, പിന്നെ അവളുടെ കവിളുകളിൽ. ജാനു, ഐ ലവ് യു. അവൻ അവളുടെ ചുണ്ടിൽ അമർത്തി മുത്തി പിന്മാറി. അവളുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. എന്താടാ? ഞാൻ അവൾ വിതുമ്പി. വേണ്ട, ഒന്നും പറയണ്ട. എത്രയും പെട്ടെന്ന് അസുഖമൊക്കെ മാറ്റി മിടുക്കിയായിട്ട് വാ. അവൻ അവളുടെ കവിളിൽ തഴുകി. ചെറിപ്പഴം കണക്കെ ചുവന്ന ചുണ്ടിൽ നോക്കി. ഇതാണ് എന്നെ ഇവിടെ നിന്റെ അരികിലെത്തിച്ചത്. വിരലുകൾ കൂട്ടിൽ പിടിച്ചു. അവളുടെ കണ്ണിൽ നാണം. മതി വരാത്ത പോൽ മൊത്തത്തിലൊന്ന് നുണഞ്ഞെടുത്തുകൊണ്ട് അവൻ പിന്മാറി. പോട്ടെ, അവരൊക്കെ വരാറായി. അവൻ തിരിഞ്ഞു നടന്നു. വാതിലിൽ വരെ പോയവൻ തിരികെ ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചു.
കാറ്റുപോലും കടക്കാത്ത രീതിയിൽ അമർത്തിപ്പിടിച്ചു. നീ എൻ്റേതാണ്, എൻ്റേത് മാത്രം. നീണ്ട ഹോൺ കേട്ടതും ഇഷാൻ ഞെട്ടിപ്പോയി. അവന് സ്ഥലകാല ബോധം വീഴാൻ കുറച്ച് സമയമെടുത്തു. അവൻ്റെ ചുണ്ടിനുള്ളിൽ ഇപ്പോഴും അവളുടെ ചുണ്ടുകൾ ഉള്ളതുപോലെയായിരുന്നു അവന് ഫീൽ ചെയ്തത്. വീണ്ടും ഹോൺ കേട്ടതും അവൻ താഴേക്ക് നോക്കി. മമ്മിയും കൊണ്ട് കാറിൽ വന്നത് ആരാണെന്ന് നോക്കി നിൽക്കുന്ന ജാൻവി. അവൻ്റെ കണ്ണുകൾ നേരെ പോയത് അവളുടെ ചുണ്ടിലേക്കാണ്. അവൻ്റെ ചുണ്ടിൻ കോണിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞു. കൊച്ചാമി! ഒരു വിളിയും ഒപ്പം പുറത്തേക്കിറങ്ങി ഒരു ചെത്ത് പയ്യനും. ജെറി! റാഹിലിൻ്റെ കണ്ണുകൾ തിളങ്ങി. ജെറി, ഇവൻ UK നിന്ന് എപ്പോൾ എത്തി? ഇഷാന്റെ ഉള്ളിൽ സംശയം. കൊച്ചാമി! ജെറി അവരെ കെട്ടിപ്പിടിച്ചു. കവളിൽ അമർത്തി ഉമ്മ കൊടുത്തു. എൻ്റെ കൊച്ചാമി ഇപ്പോൾ സുന്ദരിയാണല്ലോ, ഒന്നുകൂടി വെളുത്തു തൊടുത്തു. പോടാ അവിടുന്ന്. ജെറി, ഇത് ജാൻവി അല്ലേ? അവളുടെ മുഖത്ത് അമ്പരപ്പ് നിറഞ്ഞു. ഹായ് ജാൻവി. അവൻ കൈനീട്ടി. അവൾ കൈ നീട്ടാഞ്ഞതും അവൻ അവളെ ഹഗ് ചെയ്തു. അവൾ ഞെട്ടിപ്പോയി. മുകളിൽ നിന്ന് ഇഷാന്റെ മുഖം ചുളുങ്ങി. ജാൻവിയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ജെറിയെ കണ്ടതും അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി.